ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കറി ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് പേരില്ലാത്ത ഏതൊരു കറി. അപ്പോൾ അമ്മ ഉരുളക്കിഴങ്ങും മുട്ടയും പുഴുങ്ങായിട്ടിട്ടുണ്ട്. അതൊന്നിട്ട് കറി വയ്ക്കണേന്ന് പറഞ്ഞു കേട്ടോ. അമ്മ ഗ്യാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പം ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ വന്നിട്ട് വരട്ടി, പിന്നെ പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് പകുതി എത്തിയപ്പോഴാണ് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കേട്ടിട്ടുണ്ട്. ഇത് അടുപ്പിലായതുകൊണ്ട് അധികം തീയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് സമയം എടുത്തു കേട്ടോ. നല്ല ചൂടൊക്കെ ആയിരുന്നു. ഫിസിലേക്കാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ വിറകൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അടുപ്പിൽ തീയൊക്കെ ഇട്ട് കൊടുത്ത സമയത്ത് 2-3 വിസിലിട്ട് നല്ല വെന്ത് പോയി കേട്ടോ ഉരുളക്കിഴങ്ങ്. പിന്നെ മുട്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്ന് മുട്ട വെന്ത് ഈ കളറായതാണ് കേട്ടോ. അപ്പം നമ്മുടെ നാടൻ മുട്ടയാണ് എടുത്തേക്കുന്നത്. പിന്നെ 3 ഉരുളക്കിഴങ്ങാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെന്ത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കറി ഉണ്ടാക്കിയ സമയത്ത് എന്താകുമെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് കറിയായിട്ടുള്ള രീതിയിൽ എടുക്കണേന്ന് പറഞ്ഞു. ചാറുള്ള രീതിയിൽ എടുക്കണം. ചപ്പാത്തി കൊണ്ടുപോയി ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ടായിട്ട് നമുക്ക് ചപ്പാത്തി മുറിച്ച് കറിയോടെ തിന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതെല്ലാം ഉടച്ച് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി വന്ന സമയത്ത് തന്നെ നന്നായിട്ട് അത് കുഴഞ്ഞു പോയി. നമ്മുടെ ഈ മസാല ദോശയ്ക്കൊക്കെ ഗ്രേവി ഉണ്ടാക്കത്തില്ല കേട്ടോ, അതിൻ്റെ അകത്ത് മറ്റേ ഉരുളക്കിഴങ്ങ് കറിവയ്ക്കുമല്ലോ, അത് കണക്കായിപ്പോയി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിച്ച സമയത്തൊക്കെ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ട്, ചിക്കൻ മസാല വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ എന്ത് കറി ഉണ്ടാക്കിയാലും ചിക്കൻ മസാല എടുക്കും കേട്ടോ. അല്ലാത്തപ്പോൾ ചിക്കൻ മസാലയൊന്നും യൂസ് ചെയ്യാത്തായിരുന്നു. പിന്നെ 1 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുള്ളൂ. കാരണം ഇതിൽ നമ്മുടെ പിരിമുളകും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ അമ്മയുടെ ചേച്ചിക്കാണ് കേട്ടോ മുളക് പൊടിച്ച് അവിടുത്തെ അമ്മയ്ക്ക് ഇങ്ങനെ സെയിലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അമ്മ ഇന്ന് കഴിഞ്ഞ മാസം വാങ്ങിച്ച മുളക് പൊടി ഒരു കുപ്പി നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്തതാണ്. പക്ഷേ അത്യാവശ്യം കളറുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുളക് പൊടിക്ക്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ഇതാണ് കേട്ടോ, ഈ വെള്ളമൊക്കെ ഒഴിച്ച് ഇത്ര തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല കേട്ടോ, മസാല കുറച്ച് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ മസാല മെയിനായിട്ട് ഇടണം. എന്നാൽ അത്ര കറിക്ക് ആ ഒരു മണവും ടേസ്റ്റും കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ മുട്ട 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 2 മുട്ട എടുത്തിട്ടുള്ളൂ. അങ്ങനെ 4 മുട്ട ആയിട്ടുണ്ട് കേട്ടോ. കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കറിയുടെ പരുവം. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കനാൽ തുറന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വെള്ളം വീഴുന്നുണ്ട്, നല്ല സൗണ്ടായിരുന്നു. ഇത് ഫുള്ള് നിറഞ്ഞു കിടക്കുക കേട്ടോ. ഞാനപ്പോൾ ഇവിടേക്ക് വന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല വെള്ളം ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ മീനൊക്കെ ഉണ്ട് കേട്ടോ. മീന വെള്ളത്തിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 5 മിനിറ്റൊക്കെ വന്ന് നിന്നിട്ടോ. അപ്പോൾ അവിടെ പാലൊക്കെ എടുക്കുക ഒരു മാമനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാന്റേഷൻ്റെ അകത്ത് പാലെടുക്കുന്ന മാമനൊക്കെ അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട്. ഈ കൊച്ചു എന്ത് കാണിക്കുന്നു മനു. ഇങ്ങനെ ചപ്പാത്തി കൊണ്ടുവന്ന് പൊള്ളിച്ച് ഫൈനൽ കറി ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.